ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അവസാനമായി ഒരു യാത്രാമൊഴി പറയുവാനായി അനേകായിരങ്ങളാണ് വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ജനങ്ങളുടെ പ്രവാഹമാണ് ഇങ്ങോട്ട്. വത്തിക്കാന്റെ പല ഭാഗത്തു നിന്നുമാണ് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പ്രധാന കവാടത്തിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ്. അവിടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിന് മറ്റു രണ്ട് വശങ്ങളിലായിട്ടും ഇതിനേക്കാൾ ഏറെ ജനം നിൽക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ അനേകായിരങ്ങൾ പാപ്പായുടെ കബറടക്ക ചടങ്ങിനായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂബിലിക്ക് വേണ്ടി വന്ന ഒരുപാട് പേരും ഇവിടെ റോമിലുണ്ടായിരുന്നു. വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുൻപിൽ നടക്കുന്ന കബറടക്ക ചടങ്ങുകൾക്കും മറ്റു ശുശ്രൂഷകൾക്കും ശേഷം പാപ്പായുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര റോമിലെ മേരി മേജർ ബസിലിക്കയിലേക്ക് നടക്കും. കൊളോസയം ചുറ്റി പോകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്ക് യാത്ര പറയുവാനായിട്ട് രാഷ്ട്ര നേതാക്കളും പ്രമുഖരുമൊക്കെയാണ് ഉണ്ടാവുകയെങ്കിൽ മേരി മേജർ ബസിലിക്കയിലേക്ക് പാപ്പയെ വരവേൽക്കാൻ എത്തുന്നത് പാവപ്പെട്ടവരും കുട്ടികളും അഗതികളുമായവരുടെ പ്രതിനിധികളാണ്. അങ്ങനെ പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും പാപ്പയെ ബസിലിക്കയിലേക്ക് വരവേൽക്കുന്നത്. അതേസമയം പാപ്പായുടെ ഭൗതിക ശരീരം അടക്കുന്ന ചടങ്ങ് സ്വകാര്യമായിരിക്കുമെന്നും അതിൻ്റെ ട്രാൻസ്മിഷൻ തത്സമയ സംപ്രേഷണം ഉണ്ടാവുകയില്ലെന്നും വത്തിക്കാൻ അറിയിച്ചു.